നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മഹേട്ടാ? എനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? മഹേട്ടനോട് എനിക്ക് ദേഷ്യം. ഇത് എന്തായി പറയുന്നേ? അല്ല ഗംഗെ, കുഞ്ഞിനെ കാണാതായ ടെൻഷനിൽ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം. അതാണോ കാര്യം? അതൊന്നും സാരമില്ല മഹേട്ടാ. മഹേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്താ? അതല്ല ഗംഗെ, ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിനക്ക് മാളിനോടുള്ള സ്നേഹം മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനതറിയണമായിരുന്നു. അതെനിക്കറിയാലോ മഹേട്ടാ. എന്നെ മഹേട്ടന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് തന്നെ അതറിയാവുന്നതുകൊണ്ടല്ലേ? അതെ, പക്ഷേ പെട്ടെന്നൊരു നിമിഷം ഞാൻ മാളുവിന്റെ അച്ഛൻ മാത്രമായി പോയി. അവിടെ നിന്റെ മനസ്സ് ഞാൻ മറന്നു. നീ എന്നോട് ക്ഷമിക്കണം. മഹേട്ടൻ ഇങ്ങനൊക്കെ പറയുന്നതാ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. മാളു എനിക്കെന്റെ സ്വന്തം മോളാ. അറിയാം. സ്വന്തം ജീവൻ പോലും മറന്നാണ് നീ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. പ്രസവിച്ചതുകൊണ്ട് മാത്രമേ ഒരു സ്ത്രീക്ക് അമ്മയാവാൻ പാടുള്ളൂ എന്നില്ലല്ലോ. എന്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം മോളാ മാളു. സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ എന്ത് ത്യാഗവും ചെയ്യില്ലേ? അതല്ല ഞാനും ചെയ്തുള്ളൂ. അതെ, നിന്റെ ഈ മനസ്സിനെ തെറ്റിദ്ധരിച്ച എന്നോട് ഈശ്വരൻ പോലും പൊറുക്കില്ല. സത്യം പറയാലോ, എന്റെയും മാളുവിന്റെയും ഭാഗ്യമാണ് ഗംഗേ നീ. ഗംഗേ, നീ കരയാണോ? അല്ല മഹേട്ടാ, ഇത് സന്തോഷ, മനസ്സ് നിറഞ്ഞ സന്തോഷം. ഗംഗേ, സത്യമാണ് ഞാൻ പറഞ്ഞത്. നീ ശരിക്കും ഞങ്ങളുടെ ഭാഗ്യമാണ്. അല്ല മഹേട്ടാ, മഹേട്ടന്റെയും എന്റെ മാളുവിന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയ ഞാനാ ഭാഗ്യവതി. എനിക്ക് എന്തൊരു ഭയമുണ്ട് മഹേട്ടാ. എന്ത്? നമ്മളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാവോ ഇതൊക്കെ? ആരെന്ത് ചെയ്താലും നിന്നെ ഞങ്ങളെ നിന്ന് അകറ്റാൻ സാധിക്കില്ല. കാരണം എന്റെ കുഞ്ഞിനെയും എന്നെയും നീ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ആ സത്യം എനിക്കറിയാവുന്നിടത്തോളം ആർക്കും അതിന് സാധിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.